ഹലോ നമസ്കാരം. എല്ലാവർക്കും എമ്മിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ വേസ്റ്റ്, പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും എല്ലാം എന്തോ ഒരു വേസ്റ്റുകളാണ് നമ്മൾ പറമ്പിൽ വലിച്ചെറിയുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായി ഒരു കോമ്പോസ്റ്റ്, നമ്മുടെ വീട്ടിലെ കൃഷിക്കും നമ്മുടെ ചെടികൾക്കും ആവശ്യമുള്ള കോമ്പോസ്റ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഇതൊരു 2 മാസം മുന്നേ ഞങ്ങൾ വീട്ടിലെ പച്ചക്കറികളുടെ വേസ്റ്റും പഴങ്ങളുടെ വേസ്റ്റും എല്ലാം ഇട്ട് റെഡിയായി ഇരിക്കുന്നൊരു ബിന്നാണ്. അപ്പോൾ ആ ബിന്ന് നമുക്കിപ്പോൾ ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ അതിനകത്ത് നമ്മുടെ കമ്പോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും, കറുത്ത മണ്ണ് പോലെ ഇരിക്കുന്ന കണ്ടോ. അപ്പം ഇത് നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിപ്പം നമ്മൾ 2 മാസം മുന്നേ തൊട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസിൻ്റെയും പഴങ്ങളുടെ എല്ലാം വേസ്റ്റ് 2 മാസം കഴിഞ്ഞപ്പോൾ അത് ഇതുപോലൊരു രൂപത്തിൽ നമുക്ക് കിട്ടിയതാണ്. ഇത് നമ്മുടെ ചെടികളുടെയും അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലോ നമ്മളുടെ കൃഷി അടുക്കള തോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടിയുള്ള പുറത്തുനിന്ന് വളവും സാധനങ്ങളൊന്നും മേടിക്കാതെ തന്നെ നമുക്ക് ജൈവ കൃഷി എന്നുള്ള രീതിയിലേക്ക് നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം നമുക്ക് വേണ്ട വളം നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അത് നല്ലൊരു ഐഡിയ അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ എളുപ്പമാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് വീട്ടിൽ ഉപയോഗശൂന്യമായിരിക്കുന്ന ബക്കറ്റോ എന്തെങ്കിലും അടപ്പുള്ള ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ബിന്നോ. ഇതിപ്പോൾ ഞാനൊരു ബിന്ന് മേടിച്ചിട്ട് അതിൻ്റെ അടിവശം കട്ട് ചെയ്ത് കളഞ്ഞാണ്. ഇപ്പോൾ ഇതുപോലെ നമ്മൾ അതിൻ്റെ അടിവശം കട്ട് ചെയ്ത് കളയുക. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് ഉണക്ക കമ്പുകൾ, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പേപ്പർ, കാർഡ്ബോർഡ്സിൻ്റെ പീസുകളോ, അതുപോലെ തന്നെ നമുക്ക് ഉപയോഗമില്ലാത്ത പേപ്പറുകൾ ചെറുതായിട്ട് കീറിയത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പറമ്പിലെ ഇപ്പോൾ പുല്ല് പറിക്കുന്നതിൻ്റെ പച്ചയായിട്ടുള്ള വേസ്റ്റുകളോ, അല്ലെന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ കമ്പ് മുറിക്കുന്നതിൻ്റെ ഇലകളോ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന കുറച്ച് വേസ്റ്റുകൾ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ബിന്ന് നമുക്ക് മണ്ണിൽ കുഴിച്ച് വെക്കണം. കുഴിച്ച് വെക്കുന്നതിനിടെ നമ്മൾ ചെയ്യുന്നത് ഞാൻ ഈ കാണിക്കുന്നത് പോലെ മണ്ണ് പുറത്തേക്ക് എടുത്ത് ഇടാതെ നമ്മൾ സൈഡിൽ നിന്നും മണ്ണ് വകഞ്ഞ് അകത്തേക്ക് കൂട്ടുക. കാരണം നമ്മൾ എലി അതുപോലുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബിന്ന് അതിനകത്ത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് ഇതുപോലെ മണ്ണ് കൂട്ടി എടുത്തതിന് ശേഷം നമ്മുടെ ബിന്ന് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബിന്നിൻ്റെ അളവിനനുസരിച്ചുള്ള ഒരു ഷേപ്പിൽ നമ്മൾ ആ മണ്ണ് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മളത് ഇതുണ്ട്, ഇപ്പം നോക്കി അകത്ത് നമുക്ക് മണ്ണ് നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നാം. അപ്പോൾ കാരണം നമ്മൾ ആ കൂട്ടിയിട്ട മണ്ണ് അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്ത് ചെയ്യേണ്ടത്, നമ്മൾ സൈഡിലെല്ലാം മണ്ണ് ഇട്ടൊന്ന് നിറച്ച് കൊടുക്കുക. കാരണം എലി അല്ലെങ്കിൽ കയറാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ വേസ്റ്റ് ഇടുമ്പോൾ ഫുഡിൻ്റെ വേസ്റ്റ് നോക്കി, പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നോക്കി എലികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടി അതിൻ്റെ സൈഡിലെല്ലാം സേഫായിട്ട് കുറച്ചൊരു മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ആ ബിന്നിലേക്ക് നമ്മൾ ആദ്യം ഇടുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കമ്പുകളും ഉണക്ക കമ്പുകളും മറ്റുമാണ്. അപ്പോൾ അത് നമ്മൾ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓക്സിജൻ അതിനകത്ത് കിട്ടാൻ വേണ്ടിയാണ്. അത് ഇട്ടതിന് ശേഷം നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് പേപ്പറാണ്. നമ്മൾ കീറി വെച്ചിരിക്കുന്ന പേപ്പറുകൾ. അപ്പോൾ കീറി വെച്ചിരിക്കുന്ന പേപ്പർ, ചെറുതായിട്ട് വേസ്റ്റ് ആയിട്ടുള്ള പേപ്പറുകൾ നമ്മളിടുക. ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഇനി ഇടുന്നത് നമ്മൾ പച്ച ഇലകളാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുല്ല് വെട്ടിയതിൻ്റെയോ അല്ലെങ്കിൽ മരത്തിൻ്റെ ഇലയോ എന്തെങ്കിലും ആയിട്ടുള്ള ഇല നമ്മളിടുക. അതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. നമ്മളിനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ട വേസ്റ്റുകളിടാം. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന ഏത് പച്ചക്കറിയുടെയോ പഴവർഗ്ഗങ്ങളുടെയോ വേസ്റ്റ്, നമ്മൾ എന്തോ ഒരു വേസ്റ്റുകളാണ് ഡെയിലി നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുകയും നമുക്ക് വെറുതെ കളയുകയാണ്. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഇത്രയും നല്ലൊരു സാധനം ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണത് കളയുന്നത്? അപ്പോൾ നമ്മൾ അതൊരു ബക്കറ്റിലോ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഓരോ ദിവസവും ഈ ബിന്നിനകത്തേക്ക് കൊണ്ടിടുക. അപ്പോൾ നമ്മൾ ആ ബിന്ന് ഏകദേശം ഒരു 3/4 ഭാഗം ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇടില്ല. പിന്നെ അത് മൂടി നമ്മൾ വെച്ചിട്ട് 2 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളത് തുറക്കുക. അപ്പോൾ ഇതാ നമ്മൾ വേസ്റ്റ്, നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റുകളെല്ലാം നമ്മൾ ഇട്ടു. അതുപോലെ തന്നെ നമ്മുടെ മുട്ടയുടെ തോടൊക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിടുക. അതുപോലെ തന്നെ എന്താ പറയുന്നത്, പഴങ്ങളുടെ ചീത്തയായ പഴങ്ങൾ ഒരിക്കലും വേവിച്ച ഒരു സാധനം ഇതിനകത്ത് ഇട്ടത്, കാരണം അതിനകത്ത് പുഴു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേവിച്ച സാധനങ്ങളൊന്നും നമ്മൾ ഇടാൻ പാടില്ല. അപ്പോൾ നമ്മളിത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ്, നമ്മുടെ പറമ്പിൽ കിടക്കുന്ന അതേ മണ്ണ് തന്നെ നമ്മൾ വാരിയിട്ടാൽ മതി. കുറച്ച് മണ്ണ് വാരിയിടുക. അതിനുശേഷം വീണ്ടും നമുക്ക് കുറച്ചുകൂടി വെള്ളം അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത് കണ്ട മണ്ണ് ഇട്ട് നമുക്കിപ്പോൾ വേസ്റ്റ് കാണാൻ മേലാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ചത് നനച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നനയ്ക്കുക. അതിനുശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് എല്ലാ ആഴ്ചയിലും ഇതുപോലുള്ളൊരു കമ്പോ വടിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മളിതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ചു വെക്കുക. അപ്പോൾ നമ്മൾ ഒത്തിരി വെയിലില്ലാതെ ചെറിയ ഷെയ്ഡുള്ള ഏതെങ്കിലും സ്ഥലത്താണ് വെക്കുന്നതാണ് ഇത് നല്ലത്. അപ്പം ഇത് എല്ലാവരും ചെയ്തു നോക്കണം. കാരണം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നമുക്ക്
വില കൊടുത്ത് മേടിക്കേണ്ടാത്ത നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന നമ്മുടെ വീട്ടിലെ മിച്ചം വരുന്ന വേസ്റ്റുകൾ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ സൂക്ഷിച്ച് നമ്മളുടെ വീട്ടിലെ കൃഷികൾക്കും നമ്മുടെ ചെടികൾക്കും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ മായം ചേരാത്ത അല്ലെങ്കിൽ വിഷമടിക്കാത്ത നല്ല പച്ചക്കറികളും നല്ല കണ്ണിന് കുളിർമയാർന്ന അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം തരുന്ന നല്ല പൂക്കളും നമ്മുടെ വീടിന് മുറ്റത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.